സ്വാലിഹാണ് വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത്. PV അൻവറിനെതിരെ സാലി മുഹമ്മദാണ്, സ്വാലിഹല്ല. നിലമ്പൂർ എന്ന് പറയുന്നത് മലപ്പുറത്തായതുകൊണ്ട് സംഭവിച്ചൊരു കൺഫ്യൂഷൻ. PV അൻവറിന്റെ കാര്യമായതുകൊണ്ട് സ്വാലിയാഹുമെന്ന് തെറ്റിദ്ധരിച്ചതാണ്. അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറവും പറയുന്നല്ലേ ആ മുഖഭാവം. എന്താണ് ഈ PV അൻവറിന്റെ കാര്യത്തിൽ സാലി മുഹമ്മദിന് എന്താണ് കാര്യം? എന്താണ് സാലി വാർത്ത? അതായത് കഴിഞ്ഞ ദിവസം തന്നെ CG ഉണ്ണി, തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, നമ്മളൊരു പ്രതികരണം തന്നിരുന്നു. അതായത് അൻവറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അൻവറിൻ്റെ കുടുംബസ്വത്തല്ല തൃണമൂൽ, അയാൾ പണപ്പിരിവ് നടത്തുന്നു, അങ്ങനെ കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് തൃണമൂലിൻ്റെ സംസ്ഥാന നേതൃത്വം. അതായത് CG ഉണ്ണി അടക്കമുള്ളവർ വെസ്റ്റ് ബംഗാൾ CM എന്ന മെയിൽ ID യിലേക്കും ദീദിയുടെ മെയിൽ ID യിലേക്കും മമതാ ബാനർജിയുടെ മെയിൽ ID യിലേക്കും ഒരു പരാതി അയച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നത് PV അൻവറിനെ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന്, സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. അതിനെന്താണ് കാരണം എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒരു 3-4 പേജുള്ള ഒരു മെയിലാണ്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൽ പറയുന്നത്, ഒന്ന്, ഇയാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് കേരളത്തിൽ നടത്തുകയാണ്. അത് ഇയാൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരും, അപ്പോൾ ജില്ലാ ഭാരവാഹിത്വവും സംസ്ഥാന ഭാരവാഹിത്വവും നൽകാം എന്നൊക്കെ പറഞ്ഞാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. കോടികളാണ് അതിൻ്റെ പേരിൽ പിരിക്കുന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ നിന്ന് അൻവറിനെ രാജ്യസഭയിലെത്തിക്കാൻ ദീദി സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞും പണപ്പിരിവ് നടത്തുന്നത്. അതായത് രാജ്യസഭാംഗമാകാൻ പോകുന്ന ഒരാൾ നടത്തുന്ന ഒരു പണപ്പിരിവ് എന്നൊരു സ്വഭാവം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് ഗുരുതരമാണ് ആക്ഷേപം. മാത്രമല്ല, ഒരു 8-9 നമ്പറിട്ട് ഈ അൻവറിനെതിരായ ക്രിമിനൽ കേസുകൾ, അയാൾ നടത്തിയ തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വിശദമായി എഴുതിയിട്ടുണ്ട്. മുമ്പ് പലതും മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്, ചിലത് പുതിയതാണ്. ചില ആളുകളെ ഭീഷണിപ്പെടുത്തി 240 കോടി രൂപ സമ്പാദിച്ചു എന്നതടക്കമുള്ള ചില പുതിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ചേർത്തൊരു പരാതിയാണ്. അതിൽ പറയുന്നത്, ഈ അൻവറിനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോർഡിനേറ്ററായി നിയമിച്ചത് തങ്ങളുമായിട്ടൊന്നും ആലോചിക്കാതെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇയാൾ വലിയ തോതിൽ പണപ്പിരിവ് നടത്തുകയാണ്, പാർട്ടിയെ വിൽക്കുകയാണ്, പാർട്ടിയെ വിറ്റ് പണം ഉണ്ടാക്കുകയാണ്. ഒന്നിനും മടിയില്ലാത്ത ഒരാളാണ് ഇയാൾ. രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായിരുന്നു. അതായത് ആദ്യം സ്വതന്ത്ര MLA ആയിരുന്നു. അവിടെ നിർത്താതെ വന്നപ്പോൾ ആദ്യം SP നേതൃത്വം സമീപിച്ചു, പിന്നെ DMK നേതൃത്വം സമീപിച്ചു, മുസ്ലിം ലീഗ് നേതൃത്വം സമീപിച്ചു, NCP നേതൃത്വം സമീപിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം തള്ളിയപ്പോഴാണ് തൃണമൂലിൻ്റെ ഓഫീസിലെത്തിയത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ്. അതുകൊണ്ട് ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അയാളെ മാറ്റണം. ഇതാണ് ആവശ്യം. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരമാണ് ഈ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി. ശരി സാലി, കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദാണ് ഈ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. നേരത്തെ തന്നെ ഈ ഉണ്ണി എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് എവിടെയൊന്നും പരിഹരിക്കപ്പെട്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ശക്തമായ ആരോപണങ്ങളും കണക്കുകൾ സഹിതം അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ സഹിതമൊക്കെ അൻവറിനെതിരെ മമതാ ബാനർജിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സാലി തന്ന ആ വിവരം.